2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ഒരു 6 വയസ്സുകാരിയായ കുരുന്നിനെ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. കളിക്കുന്നതിനിടെ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചതാകാമെന്നായിരുന്നു സംശയം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായതായി തെളിഞ്ഞു. തുടർന്ന് ബലാത്സംഗ കൊലപാതക കുറ്റം ചുമത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിനൊടുവിൽ ജൂലൈ 4-ന് പ്രതി പിടിയിലാകുന്നു. അയൽവാസിയായ അർജുൻ, നാട്ടിൽ അറിയപ്പെടുന്ന DYFI പ്രവർത്തകൻ, 78 ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചു. 3 വയസ്സ് മുതൽ കുട്ടിയെ നിരന്തരം പീഡനത്തിനിരയാക്കിയിരുന്നതായി പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. മാതാപിതാക്കൾ പണിക്ക് പോകുന്ന സമയം മുതലെടുത്താണ് പ്രതി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. അർജുൻ അശ്ലീല വീഡിയോകൾ നിരന്തരമായി കാണുമായിരുന്നു. ഇയാളുടെ ഫോണിൽ നിന്ന് പോൺ വീഡിയോസിന്റെ വലിയ ശേഖരവും പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവ ദിവസം വീട്ടിലെത്തിയ പ്രതി ഉപദ്രവിക്കുന്നതിനിടെ കുട്ടി ബോധം കെട്ട് വീഴുകയായിരുന്നു. എന്നാൽ കുട്ടി മരിച്ചെന്ന് കണക്കാക്കിയ പ്രതി മുറിക്കുള്ളിലെ കയറിൽ ഷാളിൽ കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി. പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ രണ്ടുപേരും SC വിഭാഗത്തിലുള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇത് അനുവദിച്ചില്ല. എന്നാൽ ക്രിസ്തുമത വിശ്വാസിയായ പ്രതി അർജുൻ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന രേഖകൾ ഉണ്ടാക്കി പട്ടിക വിഭാഗ പീഡന കേസ് മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നെന്നാണ് ഹൈക്കോടതിയിൽ പിതാവ് നൽകിയ ഹർജി. അന്വേഷണത്തിൽ പ്രതി പട്ടിക വിഭാഗക്കാരനാണെന്ന് ബോധ്യമായതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. പ്രതി അർജുന്റെ പിതാവ് മതം മാറിയതിന്റെ രേഖ കുട്ടിയുടെ പിതാവ് ഹാജരാക്കിയെങ്കിലും കോടതി ഇത് തള്ളുകയാണ് ഉണ്ടായത്. കേസിൽ പോലീസ് പ്രതി അർജുനോട് മൃദു സമീപനമാണ് സ്വീകരിച്ചതെന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അർജുൻ DYFI പ്രവർത്തകനായതിനാൽ പോലീസ് കേസ് നേരാവണ്ണം അന്വേഷിച്ചിരുന്നില്ലെന്നും പട്ടികജാതിക്കാരനല്ലാത്ത പ്രതിയെ പട്ടികജാതിക്കാരനാക്കിയാണ് പോലീസ് അവതരിപ്പിച്ചതെന്നും പരാതി ഉണ്ടായിരുന്നു. കൊലപാതകം നടന്ന ഉടൻ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. എന്നാൽ ലൈംഗിക പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് അന്വേഷണത്തിന്റെ ഗതി മാറിയത്. പ്രതിക്ക് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമുള്ളതായി അന്വേഷണത്തിൽ വെളിവായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അർജുൻ DYFIയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്നും DYFI പെരിയാർ മേഖലാ കമ്മിറ്റി അംഗമാണെന്നും യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച സംഘടനകൾ ആരോപിച്ചിരുന്നു. DYFI സംഘടിപ്പിച്ച റീസൈക്കിൾ ശേഖരണ പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരക്കാരനായി വീടുകളിലെത്തി സാധനങ്ങൾ സംഘടിപ്പിച്ചത് അർജുനാണെന്ന് നാട്ടുകാരും പറഞ്ഞിരുന്നു. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയായ അതേ ദിവസം അർജുനെ DYFI അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. സാക്ഷികളാക്കിയിരുന്ന 48 പേരെ വിസ്തരിച്ചു. 69-ലധികം രേഖകളും 16 വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. ഒടുവിൽ കണ്ടത് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി ഇറങ്ങി വരുന്ന പ്രതി അർജുനെയാണ്. കുട്ടി കൊല്ലപ്പെട്ടത് തന്നെ, ലൈംഗിക ചൂഷണവും നടന്നു. എന്നാൽ കൃത്യം ചെയ്തത് അർജുനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കോടതി അർജുനെ വെറുതെ വിടുകയായിരുന്നു. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചതായും പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും 100% അർജുൻ തന്നെയാണ് പ്രതിയെന്നും കേസ് അന്വേഷിച്ച വണ്ടിപ്പെരിയാർ CI TD സുനിൽകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തെളിവുകൾ നിരത്തിയിട്ടും കുറ്റം തെളിഞ്ഞിട്ടും പ്രതി കയ്യും വീശി ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു നിൽക്കേണ്ടി വന്ന ആ മാതാപിതാക്കൾക്ക് പക്ഷേ സംയമനം പാലിക്കാനായില്ല. വായ് മൂടിക്കെട്ടിയിട്ടും പ്രതിഷേധവുമായി അവർ രംഗത്തെത്തി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയവർ പ്രതിഷേധിച്ചു. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് തീരുമാനം. പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് പോലീസും അറിയിച്ചു. മാതാപിതാക്കൾക്ക് പിന്തുണയുമായി വാളയാറിലെ അമ്മയും എത്തി. 6-ാം വയസ്സിനുള്ളിൽ തീർന്നുപോയി ഒരു ജീവിതം. 14 വർഷം കാത്തിരുന്നുണ്ടായ കൊച്ചാണ്. അവൻ സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നു. എന്ത് നീതിയാണ് കിട്ടിയത്? 6 വയസ്സുകാരിയുടെ അമ്മ കോടതി മുറിയിൽ വെച്ച് ചോദിച്ചത് ഇത് മാത്രമാണ്. അവർ ആവർത്തിച്ച് ചോദിക്കുന്നതും ഇത്ര മാത്രമാണ്. അർജുൻ അല്ലെങ്കിൽ പിന്നെ ആര്? ആ കുരുന്നിന് കിട്ടിയത് എന്ത് നീതി? മരണത്തിന് ശേഷമെങ്കിലും ആ കുട്ടിക്ക് നീതി ലഭിക്കാതെ പോകുന്നത് സമൂഹത്തിന്റെ നീതിബോധത്തെ കൂടിയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. 7 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 214 കുട്ടികളാണ്. 2016 മുതൽ 2023 മെയ് വരെ കുട്ടികൾക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളുടെ എണ്ണം 31,364. ചെറിയ കണക്കല്ല. ഈ കാലയളവിൽ 9,604 കുട്ടികൾ ലൈംഗികാതിക്രമത്തിന് ഇരയായി. കേസ് രജിസ്റ്റർ ചെയ്താൽ 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്നാണ് പോക്സോ നിയമത്തിൽ പറയുന്നത്. സംഭവിക്കുന്നത് നേരെ തിരിച്ചും. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത 4,586 പോക്സോ കേസുകളിൽ കോടതി വിധി വന്നത് കഴിഞ്ഞ മാർച്ച് വരെ 68 കേസുകളിൽ മാത്രമാണ്. ഇതിൽ ശിക്ഷ ലഭിച്ചത് വെറും 8 കേസുകളിൽ മാത്രം. നിയമം ശക്തമാണെന്നാണ് അധികൃതർ പറയുന്നത്.
ആ നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന പ്രതികളും അവർക്ക് പിന്നിലുള്ളവരും കൂടി ശക്തരാണെന്ന് കൂട്ടിച്ചേർക്കണം. വീണ്ടും ചോദ്യമുയരുന്നു, അർജുൻ അല്ലെങ്കിൽ ആ 6 വയസ്സുകാരിയെ കൊന്നു കെട്ടിത്തൂക്കിയത് ആര്? ഉത്തരമില്ലെങ്കിൽ ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് നീതി, എന്ത് സുരക്ഷ?